ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി ട്രെൻഡി റിവ്യൂസ് കാണിക്കുന്ന ഗ്ലൂട്ടാഹയ ഡു യു റേഡിയൻസ് സിറമിൻ ലോഷനെ കുറിച്ചാണ്. വാസ്ലിൻ്റെ ഇതിൻ്റെ ഗോൾഡൻ കളറുണ്ട്, പിന്നെ നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂ കളറും ഉണ്ട്. ഇത് ഒരു ഗോൾഡൻ പിങ്ക് കളറായിരുന്നു. ഞാനിത് ആമസോണിൽ മേടിച്ചതാണ്. ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു 170. ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 211 ആണ്. 200 ml ആണ്. ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ 325 200 ml. ലോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോഷൻ സാധാരണ ബോഡിയിൽ ഫുള്ളാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. മുഖത്ത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാനിത് മുഖത്തും അപ്ലൈ ചെയ്ത് നോക്കി. ഞാനിത് മേടിക്കാൻ കാരണം ഞാൻ ആദ്യം ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു അത് തീർന്നു. പിന്നെ ഒരു ദിവസം കടയിൽ പോയപ്പോൾ എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞാൻ മേടിച്ചില്ല. കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇതൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എൻ്റെ മൂക്കിൻ്റെ ചുറ്റും ഭയങ്കര ഡ്രൈനെസ്സാണ്. പിന്നെ സ്കിന്ന് സ്കെയിലി ആയിട്ട് പീൽ ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലാണ്ട് മൂക്കിൽ മാത്രം സ്കിന്ന് പീൽ ഓഫ് ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. ഞാനിടയ്ക്ക് പോൺസിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോൺസിൻ്റെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലതാണ് സ്കിന്നിന്. പക്ഷേ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ട്. അതിൻ്റെ തണുപ്പടിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അങ്ങനെയാണ് ഇത് റിവ്യൂ ഒക്കെ കുറേ കണ്ടപ്പോൾ നോക്കിയപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ ഓഫറിൽ കിട്ടുകയും ചെയ്തു, മേടിച്ചു. നല്ലതാണ്. ഞാനൊരു 2 ആഴ്ചയോളമായി ഇത് യൂസ് ചെയ്യുന്നു. എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ മുഖത്ത് യൂസ് ചെയ്തു കേട്ടോ. എനിക്ക് കളറ് ഒരു ഷെയ്ഡ് കൂടുന്നതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 ആഴ്ചയായതല്ലേ ഉള്ളൂ. സ്ഥിരമായിട്ട് നമ്മളൊരു 1-2 മാസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്കിത് ഈ 2 ആഴ്ച യൂസ് ചെയ്തതിന് മനസ്സിലായത് എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് മുഖത്തും തൂത്തു. കാരണം എൻ്റെ മുഖത്തിന് വേണ്ടിയാണല്ലോ ഞാൻ പ്രധാനമായിട്ട് ഇത് മേടിച്ചത്. ഞാനപ്പോൾ എൻ്റെ മുഖത്തും ഇത് അപ്ലൈ ചെയ്തു. എൻ്റെ സെൻസിറ്റീവ് ആൻഡ് ഓയിലി സ്കിന്നാണ്. നല്ല സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. അപ്പം എന്ത് തൂത്താലും ഒരു തരം പിമ്പിൾസൊക്കെ വരുന്ന ഒരു തരം സ്കിന്നാണ് എൻ്റെ സ്കിന്ന്. പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണ് എൻ്റെ സ്കിന്ന്. അപ്പം ഇത് തൂത്തപ്പോഴും എനിക്ക് പിമ്പിൾസ് ഉണ്ടായി. മുഖം ഫുള്ള് പിമ്പിൾസ് ഉണ്ടാവുകയല്ല ചെയ്തത്. എൻ്റെ ഈ കവിളിൻ്റെ സൈഡിലായിട്ട് പിമ്പിൾസ് ഉണ്ടായി. ഇത് തൂത്തത് കൊണ്ടാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും തന്നെ പിമ്പിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്കിന്നാണ് എൻ്റേത്. പക്ഷേ ഇത് തൂത്തിട്ട് ഞാൻ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് പോലെ നമ്മളെന്ത് ക്രീം മേടിച്ചാലും നമ്മളൊന്ന് കയ്യിലോ അല്ലെങ്കിൽ താടിയുടെ അവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തത്. ആദ്യ ദിവസം ഞാൻ രാത്രിയിലായിരുന്നു അപ്ലൈ ചെയ്തത്. ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻ്റെ മൂക്കിൻ്റെ ചുറ്റും മോയ്സ്ചറൈസ് ആവാൻ തുടങ്ങി, സ്കിന്ന് ഫുള്ള്. അപ്പോൾ മോയ്സ്ചറൈസ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആയിട്ടിരിക്കും. മറ്റേത് മൂക്കിൻ്റെ ആ വശത്തെ സ്കിന്ന് വേറൊരു കളറും മുഖത്തിൽ നിന്ന് വിഭിന്നമായിട്ടിരിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് നല്ല മോയ്സ്ചറൈസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഈവൻ ടോണും കിട്ടി, ഒരു മുഖത്തിനൊരു ഗ്ലോയും കിട്ടി. കാരണം എണ്ണമയം ആയതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ തൂക്കുന്നില്ലല്ലോ. പക്ഷേ ഫുൾ മോയ്സ്ചറൈസർ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഈവൻ ടോണും കിട്ടി. നല്ല മൂക്കിൻ്റെ ചുറ്റും ഒരു നല്ല മോയ്സ്ചറൈസേഷനൊക്കെ കിട്ടി. നല്ലൊരു ലോഷനായത്. പിന്നെ ഞാൻ കയ്യിലും കാലിലും ഒക്കെ ഇത് തൂക്കുന്നുണ്ട്. ഒരു 200 ml ഈ ബോട്ടിൽ നമുക്ക് ഒരു മാസത്തേക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒത്തിരി എമൗണ്ട് ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു എമൗണ്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാനൊക്കെ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുന്നയാളാണ്. നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയാണല്ലോ. അപ്പം ഞാനിത് കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും വില കൂടിയ ഹാൻഡ് ക്രീമൊന്നും മേടിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പോഴും ഇത് ഹാൻഡ് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രൈ ആവും ഭയങ്കരമായിട്ട്. പക്ഷേ ഇത് നല്ലൊരു മോയ്സ്ചറൈസേഷൻ നമുക്ക് നൽകും. പിന്നെ ഇതിൻ്റെ സ്മെല്ല് മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്മെല്ലല്ല, പക്ഷെ നല്ല സ്മെല്ലാണ്.
ഇതിട്ട് കഴിയുമ്പോൾ മുഖത്തിന് നല്ലൊരു തണുപ്പാണ്. പക്ഷെ നമുക്ക് സൈനസൈറ്റിസ് ഒന്നും ഉണ്ടാക്കുകയും ചെയ്യുന്നതല്ല. കാരണം ഇതൊക്കെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തണുത്ത ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പം ആളുകൾക്ക് സൈനസൈറ്റിസും പിന്നെ സ്മെല്ലുള്ളത് യൂസ് ചെയ്യുമ്പോൾ മൈഗ്രെയിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ പറയണമല്ലോ അതിനെക്കുറിച്ച്. നല്ലൊരു ക്രീമാണ്, എല്ലാവരും വാങ്ങി യൂസ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇങ്ങനെ സ്കിന്നിൽ വേഗം അബ്സോർബ് ആവും. അത് കഴിഞ്ഞൊരു ഗ്ലോ ഉണ്ടായിരിക്കും നമുക്ക് സ്കിന്നിൽ അബ്സോർബ് ആയി കഴിയുമ്പോൾ. ഇത് ഇങ്ങനെ ഒരു ഗ്ലോ ഉണ്ടായിരിക്കും അത് തൂത്ത് കഴിയുമ്പോൾ. നല്ല മോയ്സ്ചറൈസ് ആയിട്ടും ഇരിക്കും. ഞാനിപ്പോൾ ഇത് കാലയിലാട്ട തൂത്ത് കാണിച്ചേക്കുന്നത്. നല്ലൊരു ഗ്ലോയും നല്ലൊരു മോയ്സ്ചറൈസേഷനും. നമ്മുടെ സ്കിൻ മോയ്സ്ചർ ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോയും ഒരു ഈവൻ ടോണൊക്കെ ആയിട്ട് വരും നമ്മുടെ സ്കിൻ. അപ്പോൾ എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ക്രീമാണ്. ഇനി മുഖത്ത് തൂക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കൈയെല്ലാം നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ തൂത്തതാട്ടോ. കയ്യിൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. സ്കിൻ ബ്രൈറ്റ് ആക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഈ ഇത്രയും ദിവസം യൂസ് ചെയ്തതിനൊന്നും തോന്നിയില്ല. ഇനി ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. പിന്നെ എന്തായാലും എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വാസ്ലിനൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.